ഗേസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ടിപ്സുകളൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നല്ല ഒരാഴ്ചയിലേറെ എൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാലാവസ്ഥയുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് എല്ലാ മാസവും അസുഖം തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതാ മൂക്കടപ്പ്, അതേപോലെ തന്നെ ജലദോഷം, തുമ്മൽ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരാഴ്ചത്തെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാട്ടോ എനിക്ക് മാറിയത്. ഇന്നലെ എൻ്റെ സൗണ്ടും ഇന്നത്തെ എൻ്റെ സൗണ്ടും നോക്കി ഇത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ മാറ്റമുണ്ട്. എനിക്ക് ഈ ഒരു പെട്ടെന്ന് ഞാനത് ഈ ഒരു മരുന്ന് ഞാൻ ഉറ്റിച്ച ശേഷം എനിക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറിന് ശേഷം തന്നെ എൻ്റെ മൂക്കടപ്പൊക്കെ നല്ല രീതിക്ക് മാറി, ജലദോഷവും മാറി, അതേപോലെ തന്നെ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു മരുന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും നല്ലൊരു മാറ്റം ഉണ്ടായത് കേട്ടോ. അവർ കമൻറ്റ് ചെയ്തതാണ്. ഈ ഒരു കമൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മരുന്നിൻ്റെ എന്താ പറയുക, മരുന്നിൻ്റെ ശക്തി. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഒരേ ഒരു സാധനം മതി കേട്ടോ ഈ ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ. ചെറിയുള്ളി 2-3 ചെറിയുള്ളി എടുത്തിട്ട് നല്ല രീതിക്കൊന്ന് കഴുകണം. നല്ലോണം തന്നെ കഴുകണം കേട്ടോ. കാരണം അത് നമ്മൾ മൂക്കിലേക്കൊക്കെ ആക്കുന്നതാണ്. അപ്പോൾ നല്ലോണം തന്നെ കഴുകുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. ഈ ഒരു മൂക്കടപ്പ് ഉണ്ടായാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് കേട്ടോ. നമുക്ക് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. മൂക്ക് ശ്വാസം എടുക്കാനും വിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് വലിയവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ. യാതൊരുവിധ കുഴപ്പമില്ല. കാരണം ചെറിയുള്ളിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതേപോലെ തന്നെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൂക്കടപ്പും ജലദോഷവും വന്നു കഴിഞ്ഞാൽ തന്നെ കഫം നല്ല രീതിക്ക് തന്നെ തൊണ്ടയിലേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് രാത്രിയൊന്നും കുടിനീർ ഇറക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അവസ്ഥ കേട്ടോ ഞാൻ പറയുന്നത്. കുടിനീർ ഇറക്കാൻ പറ്റില്ല. തൊണ്ടയിൽ ഇങ്ങനെ എന്തോ കുടുങ്ങി കിടക്കുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കുടിനീർ പോകാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാ മാസം ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അങ്ങനെ അസുഖം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴും ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത്. അപ്പം അത്രയ്ക്കും ഫലപ്രദമാണ് കേട്ടോ. ആർക്കെങ്കിലും ഇങ്ങനെ ജലദോഷമോ മുക്കടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാനിവിടെ 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല രീതിക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിൽ ചതയ്ക്കേണ്ട കേട്ടോ. കാരണം മിക്സിയിൽ നമ്മൾ ഓരോരോ മസാലയൊക്കെ പൊടിക്കുന്നതാണെങ്കിലും എരിവ് വരും. അതേപോലെ തന്നെ അമ്മിമേലും അതേപോലെ തന്നെ ഒരു ചെറിയ ഉരലില്ല, അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. കാരണം അതിനകത്തൊക്കെ മുളകിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മൂക്കൊക്കെ എരിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. എന്തെങ്കിലും നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിലിട്ടിട്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗമില്ല, ഈ ഒരു ഭാഗം കൊണ്ട് ഇതിങ്ങനെ ചെറുങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഒന്ന് ചീച്ച് കൊടുക്കുമ്പോഴേക്കും അത് നല്ല രീതിക്ക് തന്നെ ചീഞ്ഞ് വരും കേട്ടോ. നമുക്കിതിൻ്റെ നീരാണ് ആവശ്യമായിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. അത്യാവശ്യം ചെറിയുള്ളി ചതയ്ക്കാൻ പെട്ടെന്ന് കഴിയില്ല, നല്ല പാടൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നമ്മളെ കൈ കൊണ്ട് തന്നെ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഫ്രഷായിട്ട് അതിൻ്റെ നീര് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പിഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നീരെടുക്കുന്നുണ്ട്. നമുക്കൊരു 3-4 ചെറിയുള്ളി എടുത്തതിനെ കൊണ്ട് തന്നെ ഒരുപാട് നീരൊന്നും കിട്ടില്ല കേട്ടോ. ഈ ഒരു ചെറിയുള്ളി നമുക്ക് വേണമെങ്കിൽ വേറെ എന്തിനും തലയിലൊക്കെ അരച്ചിട്ട് തേക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ ഒരു ചെറിയുള്ളിൻ്റെ അധികം നമ്മൾ പിഴിഞ്ഞ ബാക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രത്തോളം നീര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നോസിലേക്ക് ഇട്ടിക്കുന്ന എന്തെങ്കിലും ഒരു ബോട്ടിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു വെക്കുക. അതല്ലെങ്കിൽ ചെറിയ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന ഒരു ഫില്ലർ ഉണ്ടാവില്ല, ഈ ഒരു ഫില്ലറിലേക്ക് ആക്കിയിട്ട് മൂക്കിലേക്ക് ഇട്ടിച്ചു കൊടുത്താൽ നമ്മൾ മൂക്കിലേക്ക് ഇട്ടിച്ചു കൊടുത്ത് മൂക്കടപ്പൊക്കെ ആണെങ്കിൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് മാറിക്കിട്ടും കേട്ടോ. അപ്പം അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് പറയുക കേട്ടോ. താങ്ക് യു.